ഹേ ഓൾ വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ജൂലൈ മാസത്തിലെ മന്ത്ലി പ്ലാനറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ജൂലൈ മാസം ഇപ്പോൾ തുടങ്ങിയിട്ട് ഏറെക്കുറെ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ശേഷമാണ് നമ്മളൊരു പ്ലാനറൊക്കെ ഉണ്ടാക്കുന്നുള്ളത്. സംഭവം ആദ്യത്തിൽ ഈ ഒരു ജൂലൈ മാസത്തിൻ്റെ ഫസ്റ്റിൽ നമുക്ക് ചെറിയൊരു ഫീവറും അതുപോലെ തന്നെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ട് തന്നെയാണ് കുറച്ച് ഇങ്ങോട്ടേക്ക് നീണ്ടു പോന്നിട്ടുള്ളത് കേട്ടോ. എന്നാലും ലേറ്റായിട്ട് പോലും ഈ ഒരു പ്ലാനർ ഉണ്ടാക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ ഒരു കൊല്ലം നമുക്കിപ്പം പകുതിയായിട്ടുണ്ട്. അതായത് 6 മാസം കഴിഞ്ഞു. ഇനി ഒരു 6 മാസം കൂടിയാണ് നമുക്ക് ഈ ഒരു കൊല്ലത്തിലുള്ളൂ. അപ്പം ഇനിയുള്ള സമയങ്ങളെങ്കിലും നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാനറൊക്കെ അത്യാവശ്യമാണെന്ന് തോന്നിയിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മന്ത് മുതൽ നമ്മൾ പ്ലാനറൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്നാലും ആദ്യം തന്നെ നമ്മളൊരു സിമ്പിളായിട്ടുള്ള കവർ പേജ് കൊടുത്തു. സെക്കൻഡ് പേജിലായിട്ട് നമ്മൾ ജൂലൈ മാസത്തിൽ ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ തന്നെയായിട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതിയിട്ട് കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഈ ഒരു മാസത്തിൽ ഓർമ്മിക്കേണ്ടതായിട്ടുള്ള ചില ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, വല്ല എക്സാമോ ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസാണത്. നെക്സ്റ്റ് നമ്മൾ മന്ത്ലി ഗോൾസിന് വേണ്ടിയിട്ടൊരു പേജാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മുടെ സ്റ്റഡീസ്, ഹെൽത്ത്, പേഴ്സണൽ ഗ്രോത്ത്, ഹോബീസ് ഇതൊക്കെ റിലേറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു മാസം ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവില്ലേ, അതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മളൊരു ഹാബിറ്റ് ട്രാക്കറാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളൊരു ഹാബിറ്റായിട്ട് ബിൽഡ് ചെയ്തിട്ട് എടുക്കണം എന്നാഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അപ്പം അത് ഓരോ ദിവസവും നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു മന്തിൻ്റെ എൻഡിൽ നമുക്ക് ഏതൊക്കെ ഹാബിറ്റ് ഇപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്തിട്ട് എടുത്തു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേജ്. നെക്സ്റ്റ് നമ്മളൊരു മൂഡ് ട്രാക്കറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഓരോ ദിവസം എങ്ങനെയായിരുന്നു, വളരെ നല്ലതായിരുന്നോ അല്ലെങ്കിൽ ഒരു ഓക്കെ ആണോ അല്ലെങ്കിൽ ബാഡ് ആയിരുന്നോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൂഡ് ട്രാക്കറാണ് അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വരുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ടൊരു പേജാണ്. ഈ ഒരു ഓരോ ദിവസങ്ങളിലും നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല, നമ്മൾ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് എന്തിനാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പേജാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത പേജസൊക്കെ നമുക്ക് ഈ ഒരു മന്തിൻ്റെ എൻഡിൽ ഫില്ല് ചെയ്യാനുള്ള ഒരു മന്ത്ലി പ്ലാനറിലെ പേജുകളാണ് കേട്ടോ. ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് മന്ത്ലി റിഫ്ലക്ഷനാണ്. അതായത് ഈ ഒരു മാസം നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കിയിട്ടുള്ള കാര്യം എന്താ, ഈ മാസത്തിൽ നമ്മൾ പഠിച്ചൊരു കാര്യം എന്താണ്, നമ്മൾ പ്രൗഡായിട്ടുള്ളത് എന്തിനായിരുന്നു ഈ ഒരു മാസത്തിൽ, അതുപോലെ തന്നെ നമ്മൾ അടുത്ത മാസം ഇമ്പ്രൂവ് ചെയ്തിട്ട് കൊണ്ടുവരണം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, കഴിഞ്ഞ ഈ ഒരു മാസത്തിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മെമ്മറി എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേജ്. നെക്സ്റ്റ് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോട്ട്, ഈ ഒരു മാസത്തിനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു കോട്ട് എന്താണെന്നുള്ളത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു സ്പേസ്. നെക്സ്റ്റ് പേജിൽ നമുക്ക് ഈ ഒരു മാസം നമ്മൾ കേട്ടിട്ടുള്ള സോങ്സ്, നമ്മൾ കണ്ടിട്ടുള്ള ഫിലിം അല്ലെങ്കിൽ ഷോസ് ഏതൊക്കെയാണ്, നമുക്ക് ഈ ഒരു മാസത്തിൽ ഏറ്റവും റിമെമ്പറിങ് ആയിട്ട് നമ്മൾ ഏറ്റവും ഓർത്ത് വയ്ക്കുന്നൊരു മെമ്മറി എന്താണെന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ ഒരു മാസം നമ്മൾ സർവൈവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു പേജ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള പ്ലാനർ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.